ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരാളുടെ കല്യാണം മുടക്കിയാൽ അയാൾ ആക്രമിക്കപ്പെട്ടവനോ ആക്രമിക്കപ്പെട്ടവളോ ആണ്. അവനെങ്ങാനും നമുക്കെതിരെ ദുആ ചെയ്യാ, അല്ലാഹ് എന്റെ കല്യാണം മുടക്കി ഹമുക്കനെ നീ നശിപ്പിച്ച് കളയണ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ ചിലപ്പോൾ അല്ലാഹു ദുആ അങ്ങ് സ്വീകരിക്കും. എത്ര കല്യാണങ്ങൾ ഏത് ചങ്ങാതിമാര് മുടക്കിയാലും അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരായത്തുണ്ട്, ഇത് ഓതണവരാരാ അവരുടെ കുടുംബ ജീവിതത്തിലും മക്കളിലും അൽഹംദുലില്ലാഹ് പരമ്പരയിലും അല്ലാഹു ബറക്കത്ത് നൽകും. ഏതാ ഇതൊക്കെ പറയണ എന്തിനാ? ഖുർആൻ ഓതുമ്പോ ഖുർആൻ ആദരിക്കണവര്, ഹൃദയത്തിലോട് ചേർത്തു പിടിക്കണവര് ഈമാനോടെ മരിക്കുമെന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളില്ലാത്തവര് കേട്ടോ, മക്കളിൽ ബറക്കത്തുണ്ടാകാൻ കേട്ടോ, ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉസ്താദേ 5 കൊല്ലമായല്ലോ, ഉസ്താദേ 6 കൊല്ലമായല്ലോ, ഉസ്താദേ 20 കൊല്ലമായല്ലോ, ഉസ്താദേ 50 കൊല്ലമായല്ലോ, മക്കളില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, കരയാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആനിലൂടെ റസൂലുള്ളാഹി അതാ പറയുകയാ, 6000ഓളം ആയത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ കഥകൾ പറയുന്ന 114 സൂറത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, എഴുതിയെടുക്കാൻ കഴിയുന്നവരതാ എഴുതിയെടുത്തോ, കാണാപാഠം പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചോ, റെക്കോർഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചോ, ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചോ, ലൈവിലൂടെ കേൾക്കാൻ പറ്റുന്നവര് പഠിച്ചോ. ആയത്തേതാ, ദുആ ഏതാ? അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന ദുആയുണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവന്റെ കുടുംബ ജീവിതത്തിലോ അവന്റെ പരമ്പരയിലോ അവന്റെ മക്കളിലോ അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് തരുന്നതാ. അതുകൊണ്ട് എല്ലാവരും ഒരു ആമീൻ പറഞ്ഞോ. ഖുർആനിലെ ആയത്താ, ഇജാബത്തുള്ള ആയത്താ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇവിടെ ഇരിക്കുന്ന പാവങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിലോ അവരുടെ കുടുംബ ജീവിതത്തിലോ അവരുടെ മക്കളിലോ അവരുടെ പരമ്പരയിലോ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, ആരാണോ ഖുർആനിനെ ആദരിക്കുന്നവരാരാ, ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. ഒരു ഖലീഫയുടെ ചരിത്രം ഞാൻ പറയാൻ പോകുകയാ. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ പടച്ചവനെ ഖുതുബയുടെ അവസാനത്തിലോ ഖലീഫമാരുടെ പേര് പറയുമല്ലോ. എന്നാൽ ഖുർആൻ ഓതി വിട പറഞ്ഞു പോയ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളുടെ വഫാത്തുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രമുണ്ടല്ലോ, പഠിക്കേണ്ടതാ. ആരാ ഉസ്മാൻ തങ്ങളാരാ? ആരാ ഉസ്മാൻ തങ്ങളാരാ? ഉസ്മാൻ തങ്ങളുണ്ടല്ലോ, ഒരു ഖബറിന്റെ ചാരത്ത് കൂടിയിട്ട് ഒരു പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോ ഒരു ഖബറിന്റെ ചാരയെത്തുമ്പോ ഉസ്മാൻ തങ്ങളെന്റെ പ്രിയമുള്ളവരെ തളരുകയാ, കരയുകയാ, നിലത്തേക്ക് വീഴുകയാ. ഉസ്മാൻ തങ്ങളെ കരയുകയാ. സഹാബത്തിന്റെ പ്രിയമുള്ളവരെ ഓടി വരികയാ. ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാ, എന്തിനാ കരയുന്നതോ, എന്തിനാ സങ്കടപ്പെടുന്നതോ, എന്തിനാ വിഷമിക്കുന്നതോ എന്നതാ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഉസ്മാൻ തങ്ങളോട് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ മറുപടി പറയുകയാ, സഹാബാ ഈ ഉസ്മാനുണ്ടല്ലോ വിട പറഞ്ഞാൽ ഈ ഖബറിലേക്ക് ഇറക്കി വെച്ചാ തനിച്ചാണോ സഹാബാ
കൂട്ടുകാരില്ല, കൂടപ്പുറപ്പികളില്ല, അയൽവാസികളില്ല, ബന്ധുമിത്രാദികളില്ല, മക്കളില്ല, കുടുംബമില്ലോ, പരിചയമില്ല, സ്വഹാബത്തില്ല, പ്രജകളില്ല എന്ന് പറയുമ്പോ ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഒരിക്കലുണ്ടല്ലോ ഖലീഫയാകുകയാ. ഉസ്മാൻ തങ്ങൾ ഖലീഫയാകുമ്പോ ഉസ്മാൻ തങ്ങളെ കൊല്ലാ ശത്രുക്കൾ എന്റെ പ്രിയമുള്ളവരെ തയ്യാറെടുക്കുകയാ. ഊരിപ്പിടിച്ച കടാരി എടുക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ വീട്ടിലേക്ക് ശത്രുക്കൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ വീടിന്റെ വാതിലെന്റെ പ്രിയമുള്ളവരെ അടച്ചിടുകയാ, കൊളുത്തുകയാ. അള്ളാനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമന് കാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഉസ്മാൻ തങ്ങൾ കരഞ്ഞില്ല, ഉസ്മാൻ തങ്ങൾ പതറിയില്ല. ഉസ്മാൻ തങ്ങളോ പടച്ചവനെ സുന്നത്ത് നോമ്പെടുക്കുകയാ. ഉസ്മാൻ തങ്ങളോ പടച്ചവനെ നോമ്പ് നോറ്റുകയാ, ഇബാദത്ത് ചെയ്യുകയാ, ദിക്റുകൾ ചൊല്ലുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ നോമ്പ് തുറക്കാ, ഭക്ഷണമില്ല. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ കരയുകയാ. ഉസ്മാൻ തങ്ങൾ പതറിയില്ല. രണ്ടാമത്തെ ദിവസം അതാ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളോ പടച്ചവനെ സുന്നത്ത് നോമ്പ് നോറ്റുകയാ, ഇബാദത്തുകൾ ചെയ്യുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ല. മൂന്നാമത്തെ ദിവസം എന്റെ പ്രിയമുള്ളവര് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ നോമ്പെടുക്കുകയാ, ഇബാദത്ത് ചെയ്യുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ നോമ്പ് തുറക്കാ, ഭക്ഷണങ്ങളില്ല. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് കരയുകയാ, അള്ളാനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമനു ഖലീഫയാണ്, അല്ലാ സഹായിക്കടേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ഉസ്മാൻ തങ്ങൾ കരഞ്ഞില്ല, ഉസ്മാൻ തങ്ങൾ പതറിയില്ല, ഉസ്മാൻ തങ്ങൾ വിറച്ചില്ല. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഖുർആനുണ്ടല്ലോ കൈകളിലേക്ക് എടുക്കുകയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുകയാ. ഉസ്മാൻ തങ്ങളുടെ പടച്ചവനെ ശബ്ദമെന്ന് പറയുന്നത്, ഉസ്മാൻ തങ്ങളുടെ ശൈലി എന്ന് പറയുന്നത് വല്ലാതെ മാധുര്യമോ, വല്ലാതെ ആനന്ദമോ, വല്ലാതെ ആഹ്ലാദമോ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്കോ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുമ്പോ ഉസ്മാൻ തങ്ങളുടെ ശബ്ദം എന്റെ പ്രിയമുള്ളവര് വീടിന്റെ പുറത്തേക്ക് പതിക്കുകയാ. ശത്രുക്കൾ കേൾക്കുകയാ, അവര് പരസ്പരം പറയുകയാ, ഉസ്മാന് പേടിയില്ലോ, ഉസ്മാന് ഭയമില്ല, ഉസ്മാന് തളർച്ചയില്ല, ഉസ്മാന് ധൈര്യമാണല്ലോ, ഉസ്മാനെ കൊല്ലണമല്ലോ, ഉസ്മാന് വീടിന്റെ അകത്തുണ്ടല്ലോ എന്നതാ പറയുകയാ. ഊരിപ്പിടിച്ച കടാരി എടുക്കുകയാ, വീടിന്റെ വാതില് പൊളിക്കുകയാ. സുബ്ഹാനല്ലാഹ്, വീടിന്റെ അകത്തേക്ക് ശത്രുക്കൾ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങള് പടച്ചവനെ ഖുർആൻ ഓതുകയാ. ഊരിപ്പിടിച്ച കടാരി എടുത്തുകൊണ്ടു സുബ്ഹാനല്ലാഹ് ആല് വീശുമ്പോ, ആല് വെട്ടുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ശത്രുക്കളുടെ കടാരിയിൽ പിടിക്കുകയാ. കരഞ്ഞുകൊണ്ടും നിലവിളിക്കുകയാ, കൊല്ലല്ലേ, ആക്രമിക്കല്ലേ, എന്റെ ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ കൈകളുണ്ടല്ലോ അറുക്കുകയാ, മുറിക്കുകയാ, വലിച്ചെറിയുകയാ, കൊല്ലുകയാ. ഉസ്മാൻ തങ്ങൾ അറിയുന്നില്ല, ഉസ്മാൻ തങ്ങൾ അറിയുന്നില്ല. ഉസ്മാൻ തങ്ങളോ പടച്ചവനെ ഖുർആനിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്കോ ശത്രുക്കളെന്റെ പ്രിയമുള്ളവരെ ഊരിപ്പിടിച്ച കടാര എടുക്കുകയാ. എന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ നെഞ്ചിലേക്കോ ആല് വെട്ടുകയാ, കൈകളിലേക്ക് വെട്ടുകയാ, കാലുകളിലേക്ക് വെട്ടുകയാ, പരടിയിലേക്ക് വെട്ടുകയാ. ഊരിപ്പിടിച്ച കടാര
എടുത്തിട്ട് ഉസ്മാൻ തങ്ങളുടെ അടിവയറ്റിലേക്കോ ആന കുത്തുമ്പോ ഉസ്മാൻ തങ്ങളുടെ കൊടൽമാലയുണ്ടല്ലോ പടച്ചവരെ പുറത്തേക്ക് തെറിക്കുകയാ. കയ്യിലിരിക്കുന്ന ഖുർആനുണ്ടല്ലോ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാ. ഇസ്ലാമിന്റെ ധീര പോരാളിയാ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിലത്തേക്ക് വീഴുകയാ. ഉസ്മാൻ തങ്ങളെ കരഞ്ഞില്ല, ഉസ്മാൻ തങ്ങളെ വേദനിച്ചില്ല. ഉസ്മാൻ തങ്ങളോ പടച്ചവനെ ചോര പുരണ്ട ഖുർആനുണ്ടല്ലോ നെഞ്ചത്തോടു ചേർത്തു പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുകയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ തങ്ങളോ ഈ ലോകത്ത് നിന്നു വിട പറഞ്ഞെന്ന ചരിത്രങ്ങൾ പറയുമ്പോ എന്തുകൊണ്ടാ ചെറുപ്പക്കാരാ ഉസ്മാൻ തങ്ങളോ പടച്ചവനെ ഖുർആൻ ഓതിയവരാ. അബൂബക്കർ തങ്ങളോ ഖുർആൻ ഓതിയവരാ. സൽമാൻ തങ്ങളോ ഖുർആൻ ഓതിയവരാ. ഉമർ തങ്ങളോ ഖുർആൻ ഓതിയവരാ. ബിലാൽ തങ്ങളോ ഖുർആൻ ഓതിയവരാ. ഫാത്തിമ ബീവിയുണ്ടല്ലോ, ഖദീജ ബീവിയുണ്ടല്ലോ, നഫീസ ബീവിയുണ്ടല്ലോ, മഹദിമാരുണ്ടല്ലോ, ഖുർആൻ ഓതിയവരാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോ ത്വാഹ റസൂലുള്ളാഹ് ഖുർആൻ ഓതിയവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആരാണോ ഖുർആൻ ഓതുന്നവരാരോ, അതിനെ ആദരിക്കുന്നവരാരോ, അതിനെ ബഹുമാനിക്കുന്നവരാരോ, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാരാ, ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നു. ആദ്യത്തെ വിഭാഗമെന്നു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ആരാണോ ഖുർആനിനെ ഓതണവരാരാ, അതിനെ ആദരിക്കണവരാരാ, അതിനെ ബഹുമാനിക്കണവരാരാ, കാണാപ്പാഠം പഠിക്കണവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഇരിക്കണ വാപ്പമാരുടെ മക്കളിൽ ഏതെങ്കിലും ഒരു മകനോ മകളോ ഖുർആൻ 30 ജുസും കാണാപ്പാഠം പഠിച്ചവരുണ്ടെങ്കിൽ മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരുടെ ഏതെങ്കിലും ഒരു മക്കളാണോ പെണ്ണോ ആരായിക്കോട്ടെ അവര് ഖുർആൻ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ടൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞു. ആരാണോ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ആദ്യത്തെ വിഭാഗമെന്ന് നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറയാ, റമളാൻ മാസത്തിലല്ലാതെ ഒരു ഖത്തുമെങ്കിലും നമുക്ക് ഓതാൻ കഴിയണം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു ഖത്തും ഓതി ഉസ്താദെ ദുആ രക്കണം. ആർക്ക് വേണ്ടി ദുആ രക്കണ്ടേ? എന്റെ വാപ്പിച്ചാക്ക് വേണ്ടി ഉസ്താദെ ദുആ രക്കണ്ടേ? വാപ്പാന്റെ ഖബറിലേക്കാണ് ഞാൻ ദുആ ഹദിയ ചെയ്യുന്നത് ആ ഖത്തും. ഞാൻ ചോദിച്ചു, എത്ര ദിവസങ്ങൾ കൊണ്ടാ ഖുർആൻ ഖത്തും തീർത്തെ? ആ സഹോദരി അപ്പം പെട്ടെന്ന് നെട്ടിയിട്ട് പറയും, ഉസ്താദേ ദിവസങ്ങളൊന്നുമല്ല ഉസ്താദേ, 4 വർഷം എടുത്തിട്ടാ ഉസ്താദേ ഞാൻ ഖത്തും തീർത്തെ. എന്താണ് 4 വർഷം എടുത്തിട്ടാണ് അവന്റെ ഖത്തും തീർത്തെ? ഞാൻ ചോദിച്ചു, സഹോദരി 4 വർഷമൊക്കെ ഒരു ഖത്തും തീർക്കാൻ കാരണം എന്താ? ഉസ്താദേ എന്റെ വാപ്പ മരിച്ചിട്ട് 4 കൊല്ലമായി. വാപ്പാനെ മരിച്ചിട്ട് കൊണ്ട് മയ്യത്തടക്കിയിട്ട് കബറടക്കിയിട്ട് അന്ന് ഓതാൻ തുടങ്ങിയത് ഉസ്താദേ ഇടക്കോതും ഇടക്കോതൂല, ഇടക്കോതും ഇടക്കോതൂല, അങ്ങനെ ഓതാതെ ഓതി തീർന്നതാ ഉസ്താദ് എന്ന് പറയുമ്പോ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ആ ഖുർആനിനെ ഒരുപാട് സ്നേഹിക്കാൻ കഴിയണം. ഞാൻ ചോദിക്കട്ടെ, കടങ്ങളുള്ളവര്, മാനസിക പ്രയാസമുള്ളവര്, ബിസിനസ് തകർന്നു പോയവര്, ഇവരൊക്കെ ആ ഖുർആനും എന്റെ പ്രിയപ്പെട്ടവരെ നോതി നോക്കൂ, വല്ലാത്ത സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, എല്ലാ സങ്കടങ്ങൾക്കും ശേഷം ഒരു സന്തോഷ വാർത്തയുണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ. ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് മംഗലാപുരത്ത് സൂറൽപടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എന്നോട് വയലിന് പോയപ്പോ ഞാൻ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോ 3 ചെറുപ്പക്കാര് എന്നെ വിളിക്കാൻ വന്നു. 3 ചെറുപ്പക്കാരാ, ഒരു 25-28 വയസ്സുള്ളവര്. 3 പേരും എന്നെ വിളിക്കാൻ വന്നു. അതിൽ 2 പേരുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ, ഒരാളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. ക്ലോസപ്പിന്റെ പരസ്യം എന്റെ മോന്തയിൽ നോക്കിയാൽ കാണാൻ കഴിയും. 32 പേരും പുറത്തുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും ഈ 3 പേരും എന്റെ ചുറ്റുമുണ്ട്. 2 പേരുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ, ഒരാളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന 2 ചെറുപ്പക്കാരോട് ചോദിച്ചു, എടാ നിങ്ങൾ വന്നപ്പോ തൊട്ട് ടെൻഷനാ, എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അതൊന്നുമില്ല ഉസ്താദേ.
പിന്നെന്താ, ഞങ്ങളൊരു ബിസിനസ് തുടങ്ങി ഉസ്താദെ, അത് 8 നിലയിൽ പൊട്ടി ഉസ്താദെ, 3.5 കോടി രൂപ നഷ്ടമുണ്ട് ഉസ്താദെ. എന്താ പറഞ്ഞേ, ഞങ്ങള് ഒരു കച്ചവടം തുടങ്ങി ഉസ്താദെ, എക്സ്പോർട്ടിംഗ് ബിസിനസ് തുടങ്ങി ഉസ്താദെ, അത് 8 നിലയിൽ പൊട്ടി ഉസ്താദെ, 3.5 കോടി രൂപ നഷ്ടം, കടമുണ്ട് ഉസ്താദെ. ഞാൻ ദുആ ഒക്കെ ചെയ്തു കൊടുത്തു. ഞാൻ ഈ ചിരിച്ചോണ്ടിരിക്കണവനോട് ചോദിച്ചു, എടാ നിനക്ക് പ്രയാസം പ്രതിസന്ധി ഒന്നില്ലേ? നീ വന്നപ്പോ തൊട്ട് ചിരിക്കുകയാണല്ലോ. ഇവൻ എന്റെ കൈ പിടിച്ചിട്ട് പറയും, ഉസ്താദെ ഈ 2 പേരുടെ ഹെഡ് ഓഫീസ് ഞാനാ ഉസ്താദെ, ഈ 2 പേരുടെ ഹെഡ് ഓഫീസ് ഞാനാ ഉസ്താദെ. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഉസ്താദെ, ഇവരുടെ കൂടെ ബിസിനസ്സിൽ പങ്കാളിയായിട്ട് ആദ്യം ചേർന്നത് ഞാനാ ഉസ്താദെ. ഇവർക്ക് 3.5 കോടിയാണ് നഷ്ടമെങ്കിൽ എനിക്ക് 7.5 കോടി രൂപ ഉസ്താദെ നഷ്ടം. എന്താ പറഞ്ഞേ, ഇവർക്ക് 3.5 കോടിയാണെങ്കിൽ എനിക്ക് 7.5 കോടി രൂപ ഉസ്താദെ നഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞടാ മോനെ, 3.5 കോടിയുള്ള 2 പേര് 2 അറ്റാക്ക് കഴിഞ്ഞിട്ടായിരിക്കണേ. എടാ നിനക്കൊരു പ്രയാസം പ്രതിസന്ധി ഒന്നുമില്ല. അപ്പോ എനിക്ക് ഇങ്ങോട്ട് വഴന്ന് പറഞ്ഞു തരിക, അള്ളാന്റെ ഖുർആനിൽ അള്ളാഹല്ലേ ഉസ്താദെ പറഞ്ഞേ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, എല്ലാ സങ്കടങ്ങൾക്കും ശേഷവും ഒരു സന്തോഷ വാർത്തയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ. കോവിഡ് വന്നു, അത് നമ്മൾ സങ്കടപ്പെട്ടു. കോവിഡിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ നല്ലൊരു കാലം നമുക്ക് വന്നു. ചില ആളുകൾക്ക് ക്യാൻസർ വന്നു, എന്റെ പ്രിയപ്പെട്ടവരെ ചികിത്സിച്ചു, ദുആ ചെയ്തു. അതിനുശേഷം നല്ലൊരു കാലം വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, മക്കളില്ലാത്തവര് 15-20 കൊല്ലമായിട്ട് സങ്കടപ്പെടുക, കരയല്ലേ. ആ 20 കൊല്ലത്തിന് ശേഷം ചിലപ്പോ നിങ്ങൾക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഒരു സന്തോഷ വാർത്ത നൽകും. ചെറിയൊരു ചുമ വന്നു, കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോ ക്യാൻസറാ. നേരെ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഏതെങ്കിലും ട്രെയിനിന് തലവെക്കാണ് ചെയ്യേണ്ടതല്ല. എന്റെ പ്രിയപ്പെട്ടവരല്ല, ഒരിക്കലും സങ്കടപ്പെടരുത്, അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോ ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കണവരാരാ, ബഹുമാനിക്കണവരാരാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ആദ്യത്തെ വിഭാഗം എന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആരാ, മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണ 2ാമത്തെ വിഭാഗം ആരാ? ഇരിക്കൂലേ? നിങ്ങൾക്ക് തണുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തണുക്കുന്നുണ്ടോ? ഇല്ല, മനുഷ്യന്മാരല്ല. അള്ളാഹു ഇവിടെ ഇരിക്കുന്നതിന് പകരം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. 2 ആരാ, മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന 2ാമത്തെ വിഭാഗം ആരാ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 2ാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ഏതെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, സഹാബാ, പടച്ചവന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോ അൽഹംദുലില്ലാഹ് പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? വെറുതെ നിസ്കരിച്ചാല് പോരാ, റസൂലുള്ള പറയുകയാ, ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ? അദബോടെ നിസ്കരിക്കുന്നവരാരാ? തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ? അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ ആരാണോ നിസ്കരിക്കുന്നവരാരാ? ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, വെറുതെ ഇബാദത്ത് ചെയ്താല് പോരാ, വെറുതെ നിസ്കരിച്ചാല് പോരാ, വെറുതെ സുജൂദ് ചെയ്താല് പോരാ, വെറുതെ ശുക്ർ ചെയ്താല് പോരാ. റമളാൻ കടന്നു വരികയാ, തറാവീഹ് കടന്നു വരികയാ. ആ തറാവീഹ് കടന്നു വരുമ്പോ പള്ളിയിലെ ഖതീബ് കാണാൻ നിസ്കരിക്കുന്നവര് പാടില്ല, പാടില്ല. റസൂലുള്ള പറയുകയാ, അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ ആരാണോ നിസ്കരിക്കുന്നവരാരാ? ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കോ ഇബാദത്ത് ചെയ്യുന്നവർക്കോ സുജൂദ് ചെയ്യുന്നവർക്കോ ഇബാദത്ത് ചെയ്യുന്നവർക്കോ വൈലെന്ന് പറയുന്ന നരകമാ. സഹാബത്തിന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്,
നമസ്കരിക്കുന്നവർക്കോ ഇബാദത്ത് ചെയ്യുന്നവർക്കോ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ. എന്തിനാണ് നബിയേ? നബി തങ്ങൾ പറയുകയാ, സഹാബാ, ചില ആളുകളുണ്ട് സഹാബ, അവര് പള്ളികളിലേക്ക് കടന്നു വരുന്നവരാ, എന്നാ അവരല്ലാന്റെ പൊരുത്തമില്ലാതെ നിസ്കരിക്കുന്നവരാ. പാടില്ല പെങ്ങളെ, പാടില്ല പെങ്ങളെ, പാടില്ല ചെറുപ്പക്കാരോ. അല്ലാഹുവിന്റെ മുമ്പിലോ ഇബാദത്ത് ചെയ്യുമ്പോ തഖ്വയോടെ ഇബാദത്ത് ചെയ്യാൻ കഴിയേണ്ടതാ. എന്താ പള്ളി എന്ന് പറയുന്നതോ? ഇവിടത്തെ നാട്ടില് പള്ളി എന്ന് പറയുന്നതോ എന്താ ചെറുപ്പക്കാരാ? റസൂലുള്ളാഹി പറയുകയാ, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അല്ലാഹുവിനോ ഈ ദുനിയാവിലോ ഏറ്റവും കൂടുതലോ ഇഷ്ടപ്പെട്ട ഭവനമുണ്ടല്ലോ, ഏതെന്നറിയോ? മസാജിദുഹാ. അതല്ലാഹുവിന്റെ പള്ളിയാ, അതല്ലാഹുവിന്റെ മസ്ജിദാ, അതല്ലാഹുവിന്റെ പള്ളിയാ. റസൂലുള്ളാഹി പറയുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരെ, വീട്ടിലേക്ക് നിസ്കരിക്കുന്നവരെ, ഇബാദത്ത് ചെയ്യുന്നവരെ, സുജൂദ് ചെയ്യുന്നവരെ, ശുക്റുകൾ ചെയ്യുന്നവരെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആരാണോ ഇബാദത്ത് ചെയ്യുന്നവരാരാ, ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, വെളുപ്പാങ്കാലത്തോ പടച്ചവനെ തണുപ്പത്തോ ഉളുവെടുത്തുകൊണ്ട് സുബഹി നിസ്കരിക്കുമ്പോ വേറെയൊരു ലക്ഷ്യമുണ്ടല്ലോ, പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, സാന്ദർഭികമായി പറയുകയാ, ചില ആളുകളുണ്ടോ ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്ന ചില ആളുകളുണ്ടോ, പാടില്ല. നിസ്കാരമായി ബന്ധപ്പെട്ടത് കൊണ്ടോ ഈ വിനീതനെന്റെ പ്രിയമുള്ളവര് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, ബാങ്ക് വിളിക്കുമ്പോ ചെവിയിൽ ഹെഡ്സെറ്റ് വെക്കുന്നവര്, ബാങ്ക് വിളിക്കുമ്പോ ടിവിയുടെ വോളിയം കൂട്ടുന്നവര്, ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്നവരെ റസൂലുള്ളാഹി പറയുകയാ, മൻ തകല്ലമ ഇൻദൽ അദാൻ. ബാങ്ക് വിളിക്കുമ്പോ ആരെങ്കിലും ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് വിളിക്കുമ്പോ ആരെങ്കിലും ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ യതലജലജു ലിസാനഹു ഇൻദൽ മൗത്. മരിക്കുമ്പോ അവരുടെ നാവ് പൊങ്ങൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനെന്നോ റസൂലുള്ളാഹി പറയുമ്പോ, നാദാ ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ നിസ്കരിക്കാനുള്ള സൗഭാഗ്യങ്ങളോ തരണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ആരാണോ നിസ്കരിക്കുന്ന സമയത്ത് തഖ്വയോടെ നിസ്കരിക്കണവരാരാ? അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിസ്കരിക്കണവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളോട് പറയാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ പോകാൻ കഴിയണം. ഉസ്താദേ, എല്ലാ ദിവസവും നിങ്ങളെ പോലെ വെള്ള വസ്ത്രം ധരിക്കാൻ ഞങ്ങൾ മുലിയാമാരൊന്നുമല്ല ഉസ്താദേ, ഞങ്ങൾ മുത്തഅല്ലിമീങ്ങളൊന്നുമല്ല ഉസ്താദേ എന്ന് പറയണവരോട് ഞാൻ പറയാ, വെള്ളിയാഴ്ച ദിവസമെങ്കിലും പള്ളിയിൽ പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ പോകാൻ കഴിയണം. ഞാന് ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് എനിക്ക് അന്നത്തെ വയല് ഈ കൊയിലാണ്ടിയിലാണ്. വേൾഡ് കപ്പിന്റെ ഫൈനൽ നടക്കുന്ന സമയത്ത് എനിക്ക് വയല് കൊയിലാണ്ടി ഭാഗത്താണ്. അപ്പൊ ഞാൻ ഈ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ ഈ നമ്മുടെ ഈ തീരദേശ പാത മലപ്പുറത്ത് താനൂര് തിരൂര് വഴി ഇങ്ങനെ പോകുമ്പോ ഞാൻ എന്നെ വണ്ടി ഓടിക്കണ അബുവും കൂടി എന്ത് ചെയ്തു, അവിടെ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയത് മൂന്നാമത്തെ സഫില. ഞങ്ങളുടെ മുമ്പിലത്തെ സഫില് ഞാൻ നോക്കുമ്പോ പഠിച്ചവനെ 3 ശൈഖുനമാര് നിസ്കരിക്കാൻ നിൽക്കുക. ഹരബ്ബ, ശൈഖുന എംബാപ്പെ, ശൈഖുന റൊണാൾഡോ, ശൈഖുന മെസ്സി, 3 പേര് പള്ളിയുടെ രണ്ടാമത്തെ സഫിൽ ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുക. അപ്പൊ ഞാൻ അബുവിനോട് ചോദിച്ചോടാ, അബുവേ എനിക്കോ പൊക്കമില്ല, ഓൻ എന്നെക്കാട്ട് പൊക്കം കുറ. അവനോട് ഇങ്ങനെ ചോദിച്ചു, മോനെ എടാ എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കണേ, മെസ്സിയുടെ ബനിയൻ, എംബാപ്പയുടെ ബനിയൻ, റൊണാൾഡോയുടെ ബനിയൻ ഇങ്ങനെ ഇട്ടിരിക്കുക. അവൻ പറയും, ഉസ്താദേ ഇന്ന് വേൾഡ് കപ്പിന്റെ ഫൈനലല്ലേ ഉസ്താദേ, പള്ളിയിലെ ഹത്തീബും കൂടി ഇട്ടാൽ മതി, ബാക്കി ഓരോ ഇട്ടിട്ടുണ്ട് ഉസ്താദേ, അല്ലാഹു കാത്തിരിച്ചുമാറാവട്ടെ. പള്ളിയിൽ പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകാൻ കഴിയണം. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയാ, നിങ്ങളുടെ നിസ്കാര കുപ്പായം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് കഴുകാൻ പഠിക്കണം, അല്ലാഹുവിന്റെ അടുത്തൊന്ന് കഴുകാൻ പഠിക്കണം.
ചില ഉമ്മമാരുടെ നിസ്കാരക്കുപ്പായം കണ്ടു കഴിഞ്ഞാൽ പഠിച്ചവനെ ഇൻഷുറൻസ് എടുക്കേണ്ട അവസ്ഥ അല്ലാഹു നൽകുമാറാവട്ടെ. എന്താ ഈ ചില ഉമ്മമാര് വുളുവെടുത്ത് നിസ്കാരക്കുപ്പായത്തിന്റെ ഈ കഫിന്റെ ഭാഗം നോക്കണം. സുബ്ഹാനല്ലാഹ്, വുളുവെടുത്ത് നനഞ്ഞിട്ട് കരിമ്പനടിച്ചിട്ടുണ്ടാവും. കരിമ്പനടിച്ച് ഈ തുരുമ്പടിച്ച് ഓട്ട വീണിട്ടുണ്ടാവും. ഭർത്താവ് വന്നിട്ട് പറയാം, ആമിന ഈ വസ്ത്രം നമുക്ക് മാറ്റല്ലേ? അപ്പോൾ ആമിനാത്ത പറഞ്ഞ ഡയലോഗ് ഉണ്ട്, എന്താ പറയണേ? വല്ലപ്പോഴും നിസ്കരിക്കണം, നമുക്ക് എന്തിനാ നിസ്കാര കുപ്പായം? അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ഈ വയല് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഭാര്യമാരുടെയും മക്കളുടെയും പെങ്ങന്മാരുടെയും നമ്മുടെ സഹോദരിമാരുടെയും നിസ്കാര കുപ്പായം നമ്മൾ നോക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ നിസ്കാര കുപ്പായം ഒരു ഹാങ്കറിൽ ഒരു കൊളുത്തിൽ തൂക്കിയിടുന്ന എത്ര ഉമ്മമാരാണല്ലേ? ഇന്ന് മിക്ക ഉമ്മമാരും ചെയ്യണം എന്താ? നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര കുപ്പായം എല്ലാം കൂടി എടുത്തിട്ട് ഈ പൊറോട്ടയുടെ മാവ് കുഴക്കണത് പോലെ ഒരു കുഴക്കലുണ്ട്, ഈ പത്തിരിയുടെ മൈദയുടെ മാവ് കുഴക്കണത് പോലെ ഒരു കുഴക്കലുണ്ട്. ഇത് കുഴച്ചിട്ട് എന്ത് ചെയ്യും? ഒരു പായിന്റെ അകത്ത് വെക്കൂലേ? വെച്ചിട്ട് ഈ ചിക്കൻ റോള് പൊതിയണത് പോലെ ഇങ്ങനെ പൊതിയും. ബേക്കറിൽ നിന്ന് താത്താമാർക്ക് മനസ്സിലാവും ഇതിങ്ങനെ എന്ത് ചെയ്യും? പൊതിഞ്ഞിട്ട് നിങ്ങളുടെ ആലപ്പുഴ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാല് ഈ സമ്പൂസിന്റെ അടിയിൽ ചെറിയൊരു മടക്കുണ്ട്. ഇത് മടക്കണത് പോലെ എന്ത് ചെയ്യും? ഈ താത്താമാർ എത്ര മടക്കാൻ പറ്റും അത്രയും മടക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാറാലുള്ളത് എവിടാ? അലമാരക്കടിയിൽ ഇങ്ങനെ തപ്പും. പല്ലിയുണ്ട്, പാറ്റുണ്ട്, പഴുതാരുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ അടിയിലോട്ട് ഇങ്ങനെ കുത്തിച്ചാളക്കി ഇങ്ങനെ കയറ്റിയിട്ട് പറയും, അസ്സലാം, ഒന്നെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത റമളാൻ. അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, നമ്മൾ ചില വീട്ടിലൊക്കെ പഠിച്ചവനെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ നമ്മൾ ചിലപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നിസ്കാര മുറിയിൽ കയറും. സുബ്ഹാനല്ലാഹ്, നിസ്കാര മുറിയിൽ നിസ്കാര കുപ്പായത്തിന്റെ അടിയിൽ കൂടെ കൊതുകിന്റെ മൂട്ട ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ വരണത് കാണാൻ. കാരണം കഴുകിയിട്ട് ആഴ്ചകളായി. അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, ഇഖ്ലാസോടെ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാൻ കഴിയണം. ഞാൻ സ്നേഹത്തിൽ പറയാ, ഈ മനോഹരമാകുന്ന നാട്ടില് നമ്മുടെ 18 വയസ്സുള്ള പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോ, നമ്മുടെ മക്കളെ കെട്ടിച്ചു വിടുമ്പോ ദീനുള്ളവർക്ക് നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയണം. നിസ്കാരമുള്ളവർക്ക് നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയണം. അല്ലാതെ കള്ളിനടിമപ്പെട്ട, കഞ്ചാവിനടിമപ്പെട്ട, വ്യഭിചാരത്തിനടിമപ്പെട്ട, ചീട്ടുകളിക്കടിമപ്പെട്ട, പലിശക്കടിമപ്പെട്ട ഒരു ചെങ്ങാതിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ കൊല്ലത്തൊരു പള്ളി ജോലി ചെയ്യുമ്പോ എന്റെ റൂമിൽ വന്നിട്ട് ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദേ എന്റെ മകളുടെ കല്യാണം ഉസ്താദേ നിങ്ങൾ ദുആ ഇറക്കണം. ഞാൻ ചോദിച്ചു, വാപ്പാ മകളെ കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ ദീനീ വിദ്യാഭ്യാസ യോഗ്യത എന്താ? ആ ചങ്ങാതി ഉളുപ്പില്ലാതെ പറയാ, അറിയൂല ഉസ്താദേ. അറിയൂല ഉസ്താദേ. ഞാൻ ചോദിച്ചു, പിന്നെ എന്ത് തേങ്ങ കണ്ടിട്ടാ നിങ്ങൾ മക്കളെ കെട്ടിച്ചു കൊടുക്കണേ? ഉസ്താദേ അവന് കോടികളുടെ ആസ്തിയുണ്ട് ഉസ്താദേ, അത് നോക്കിയിട്ടാ ഞാൻ കെട്ടിച്ചു കൊടുക്കണേ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. 1.5 വർഷത്തിന് ശേഷം അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഞാൻ എന്റെ റൂമിൽ ഇരിക്കുമ്പോ ഈ വാപ്പ വന്നിട്ട് എന്റെ റൂമിൽ ഇരുന്ന് കരയാ. എന്തിനാ കരയണേ? എന്റെ കയ്യിൽ ഒരു ലെറ്റർ പാഡ് എന്നിട്ട് പറയും, ഉസ്താദേ എന്റെ മകൾക്ക് ഡിവോഴ്സ് വേണം ഉസ്താദേ, പള്ളിക്ക് പരാതി പറയാൻ വേണ്ടി വന്നതാ. എന്ത് പറ്റി? 1.5 വർഷം മുമ്പ് നിങ്ങൾ പറഞ്ഞതാ ഉസ്താദേ ദീൻ നോക്കി കെട്ടിച്ചാ മതിയായിരുന്നു, ഞാൻ കേട്ടില്ല. ഉസ്താദേ എന്റെ മകളെ കെട്ടിയ ചെറുപ്പക്കാരൻ കോടികളുടെ ആസ്തിയുണ്ട്, പക്ഷേ അവൻ എല്ലാ ദിവസവും ബിസിനസ് കഴിഞ്ഞ് വരുമ്പോ കള്ളു കുടിക്കൂ ഉസ്താദേ. കള്ളു കുടിച്ചു വന്നിട്ട് എന്റെ മകളെ തല്ലു ഉസ്താദേ, തല്ലൊരു വഴിക്കായി ഉസ്താദേ, അവൾ ഈ ജീവിതം മടുത്തു ഉസ്താദേ എന്ന് പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, ദീനുള്ളവർക്ക് നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയണം. പിന്നെ സ്നേഹത്തിന് ഞാൻ പറയാ, ഈ ചില മക്കളുണ്ട് ചെറുപ്പക്കാര് കല്യാണ പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ പള്ളി നിറങ്ങൂല. ചില ആൺകുട്ടികള് കല്യാണ പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ പള്ളി നിറങ്ങാത്ത ചില ചങ്ങാതിമാർ. അല്ലാഹു നൽകുമാറാവട്ടെ. ഞാന് ഒരു 4 മാസം മുമ്പ് ലക്ഷദ്വീപിൽ അമിനി എന്ന് പറയുന്ന ദ്വീപുണ്ട്, അവിടെ വയലിന് പോയി. അപ്പൊ എന്റെ റൂമിന്റെ തൊട്ട് മുമ്പിൽ പള്ളിയാ. അപ്പൊ ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു 12 ചെറുപ്പക്കാർ എന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി വരുന്നുണ്ട്. 3 ചെറുപ്പക്കാര് ഈ പള്ളിയിലേക്ക് വന്നു, ബാക്കി 9 പേര് തൊട്ടപ്പുറത്തെ ജംഗ്ഷനുള്ള പള്ളിയിലേക്ക് പോയി. ബാങ്ക് വിളിക്കാൻ തുടങ്ങി. ഇശാ കഴിഞ്ഞപ്പോ ഞാൻ അവരോട് ചോദിച്ചുകൂടാ, ചങ്ങാതി അവിടെ ഈ പള്ളിയിൽ കയറാതെ അപ്പുറത്തെ പള്ളിയിൽ പോകാനുള്ള കാരണം എന്താ? അപ്പൊ അതിലൊരു ചങ്ങാതി എന്നോട് ഒച്ചയിൽ പറയും, ഉസ്താദേ ആ പള്ളിയിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടികളുടെ വാപ്പമാര് നിസ്കരിക്കാൻ വരുന്നുണ്ട് ഉസ്താദേ, അവിടെ ചെന്ന് നിസ്കരിച്ചാൽ അതെങ്കിലും കിട്ടും ഉസ്താദ്. അല്ലാഹു നൽകുമാറാവട്ടെ. നിസ്കരിക്കണത് ഒരാളെയും കാണിക്കാനാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലൂടെ വരുന്നുണ്ട്. ഒരുപാട് ചെലവുണ്ടാവും. അൽഹംദുലില്ലാഹ് നല്ല ഗ്രൗണ്ട്, നല്ല മൈക്ക്,
ഒരു അൽഹംദുലില്ലാ ഒരുപാട് സജ്ജീകരണങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് ചെലവുണ്ട് മദ്രസ കമ്മിറ്റിക്ക്. നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന സ്വതക്ക് ഇൻഷാ അല്ലാഹ് അതിലേക്ക് കൊടുക്കണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഭാഗത്തൊക്കെ ഇല്ലേ, ആ ഭാഗത്തൊക്കെ ബക്കറ്റ് ഇല്ലേ? ഇൻഷാ അല്ലാഹ് അപ്പൊ എല്ലാവരുടെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരും. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഫളുഫറു ബിദാത്തി ദീനുള്ളവർക്ക് നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയണം അല്ലേ? ഇപ്പോ ഞാൻ പറഞ്ഞു കല്യാണപ്രായം എത്തുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് പള്ളിക്കകത്ത് ഭയങ്കര ഇബാദത്ത്. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി കഴിഞ്ഞാൽ പിന്നെ പള്ളി പോലും കാണാത്ത ചില ചങ്ങാതിമാര്. ഇപ്പോ ഞാൻ ജോലി ചെയ്യണ പള്ളിയില് എന്റെ പള്ളിയുടെ റൂം തുറന്നാൽ പള്ളിക്കകത്ത് ഒന്നാമത്തെ സഫ് കാണാൻ കഴിയും. എന്റെ പള്ളിയിലെ റൂം തുറന്നാൽ പള്ളിക്കകത്ത് ഒന്നാമത്തെ സഫ് കാണാൻ കഴിയും. ഞാൻ ഒരു ദിവസം രാത്രി 3:30 മണിക്ക് വയല് കഴിഞ്ഞ് വന്നിട്ട് റൂം തുറന്നു നോക്കുമ്പോ പള്ളിക്കകത്ത് ഒരു ചെറുപ്പക്കാരൻ 3:30 മണിക്ക് ഇബാദത്ത് ചെയ്യാം. എന്താ പള്ളിക്കകത്ത് 3:30 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ ഇബാദത്ത് ചെയ്യാം. ഞാൻ റമളാൻ മാസത്തിൽ പോലും അവനെ പള്ളി കണ്ടിട്ടില്ല. ഞാൻ പള്ളിക്കകത്തേക്ക് ചെന്നു. തോളത്ത് ഇവന്റെ കയ്യിൽ ഞാൻ ഇവന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചു. ഞാൻ ചാടി എണ്ണീച്ചു. വല്ലപ്പോഴാ പള്ളി പറഞ്ഞ ജിന്നോ ശൈത്താനോ ഇബ്ലീസോ ഇവനൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ചാടി എണ്ണീച്ചു. ഞാൻ ഇവനോട് ചോദിച്ചു, മോനെ എടാ എന്നെ മനസ്സിലായോ? നിങ്ങൾ ഞങ്ങളുടെ ഹത്തീബല്ലേ ഉസ്താദെ? ഞാൻ പറഞ്ഞു, നിന്റെ മനസ്സിൽ അതെന്നും ഉണ്ടാകണം. കാരണം എന്തേ, പള്ളീന്റെ മുമ്പിൽ കൂടെ പോണത് ഡീസൽ എഞ്ചിൻ ഓടുന്നത് പോലെയാ. കാരണം എന്തേ, പള്ളിയുടെ മുമ്പിൽ കൂടെ പോയാലും മാർക്കറ്റിൽ പോയാലും എവിടെ പോയാലും ഈ വായിലൊരു സിഗരറ്റ് ഉണ്ടാവും. ഇത് വലിച്ച് ഇങ്ങനെ ഉസ്താദെ ഒരു പഫ് വേണം ഉസ്താദെ എന്നിങ്ങനെ ചോദിച്ചു പോണ ചങ്ങാതിയാ. ഞാൻ ഇവനോട് ചോദിച്ചടാ, മോനെ എടാ ഈ വെളുപ്പിന് 3:30 മണിക്ക് നീ എന്താ പള്ളിക്കകത്ത് ഇബാദത്ത് ചെയ്യാൻ കാരണം? നന്നാകാമോ തീരുമാനിച്ചു ഉസ്താദെ. ഓൻ എന്നോട് പറഞ്ഞ നന്നാകാമോ തീരുമാനിച്ചു ഉസ്താദെ. എനിക്ക് വിശ്വാസമായില്ല. ഞാൻ ഇവനോട് പിന്നെയും ചോദിച്ചുടാ, മോനെ എടാ ഈ 3:30 മണിക്ക് എന്ത് നന്നാകല ഉസ്താദെ? റമളാൻ വരുമല്ലോ ഉസ്താദെ, നന്നാകാമോ തീരുമാനിച്ചു ഉസ്താദെ. അപ്പൊ ഞാൻ ഇവനോട് വേറെ തമാശക്ക് ചോദിച്ചു, എടാ 26-27 വയസ്സ് നിനക്കുണ്ട്, നിന്റെ പള്ളിയിലെ ഹത്തീബാണ് ഞാൻ. എടാ നിന്റെ കല്യാണം അങ്ങനെ ഉറപ്പിച്ചോ? എടാ നിന്റെ കല്യാണം ഉറപ്പിച്ച പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും നിന്നെ പറ്റി അന്വേഷിക്കാൻ ഹത്തീബാകുന്ന എന്റെ ചാരത്തേക്ക് നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? ഇവൻ പെട്ടെന്ന് എന്റെ കൈ പിടിച്ചിട്ട് പറയും, ഉസ്താദെ കിട്ടാതെ കിട്ടിയതാ ഉസ്താദെ, നിങ്ങളായിട്ട് മുടക്കല്ലേ ഉസ്താദെ. എന്താ പറഞ്ഞേ? കിട്ടാതെ കിട്ടിയതാ ഉസ്താദെ, നിങ്ങളായിട്ട് മുടക്കല്ലേ ഉസ്താദെ. ഞാൻ ഇനി കല്യാണം കഴിച്ച് സന്തോഷത്തോടെ നിസ്കരിച്ച് ജീവിച്ചോളാമെന്ന് പറയുമ്പോ എത്ര ചെറുപ്പക്കാരങ്ങനെ വാക്കു പറഞ്ഞിട്ട് നിസ്കരിക്കാത്ത എത്രയോ മക്കൾ കല്യാണം കഴിഞ്ഞു അന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് ചങ്ങാതിമാര്. പിന്നെ മരിച്ചാൽ അവനെ പള്ളിക്കാട്ടി കൊണ്ട് വെക്കുമ്പോൾ ആ പള്ളി വരിക. അല്ലാഹു മങ്ങൾക്ക് മറവട്ടെ. ആരാണോ ഇഖ്ലാസോടെ നിസ്കരിക്കണവരാരാ അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. നിസ്കരിക്കാൻ മടിയുള്ളവര് ഒരു ചരിത്രം പറഞ്ഞുതരാം കേട്ടോ. റമളാൻ മാസത്തിൽ മാത്രം അല്ലെ, ഈ റമളാനില് നമുക്ക് ഈ നിസ്കാരങ്ങൾക്ക് ഒരുപാട് പാർട്ടി ഉണ്ട്. RSP റമളാൻ സ്പെഷ്യൽ പാർട്ടി, JSB ജുമാ സ്പെഷ്യൽ പാർട്ടി. അല്ലാഹു നൽകുമാറാവട്ടെ. നിങ്ങളോട് പറയാ, റമളാൻ മാസത്തിലെ തറാവീഹിന് മാത്രം ഇരുന്ന് നിസ്കരിക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. കാലിൽ ചെറിയൊരു കുഴിനകം വരുമ്പോ, ചെറിയൊരു പൊട്ടല് വരുമ്പോ പള്ളിയിലെ ഖത്തീബിനെ വിളിച്ചിട്ട് ഉസ്താദ് എന്തെങ്കിലും മസാല ഉണ്ട് ഉസ്താദ് ഇരുന്ന് നിസ്കരിക്കാൻ? അങ്ങനെ ചോദിക്കണ എത്ര വാപ്പമാർ, എത്ര ഉമ്മമാർ. അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ ധൈര്യത്തിൽ പൊക്കിക്കോ. അല്ലാഹുവിന് ശമനം കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാര് സിസേറിയൻ കഴിഞ്ഞവരുണ്ടാകും. ഈ സിസേറിയൻ ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു മരുന്ന് ഡോക്ടർമാർ എന്ത് ചെയ്യും, ഈ പെണ്ണുങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യും, കുത്തിവെക്കും. നല്ല വേദന ഉണ്ടാവും. അല്ലാഹുവിന് ശമനം കൊടുക്കണേ അല്ലാഹ്, സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. വേദന സഹിച്ചുകൊണ്ട് ആ പെങ്ങന്മാരെ അനസ്തേഷ്യയുടെ മരുന്ന് നട്ടലിൽ സ്വീകരിക്കും. നമ്മുടെ ബോധം നഷ്ടപ്പെടും. ഈ ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ഡോക്ടർമാർ എന്ത് ചെയ്യൂ, നമ്മുടെ സഹോദരിമാരുടെ ഭാര്യമാരുടെ വയറ്റിലേക്ക് കടാര കൊണ്ട് കുത്തു. ഇനി പോട്ടെ, എന്റെ കാശിക്ക് താരമി എന്ന് പറയുന്ന എന്റെ കൈ ഒന്ന് മുറിഞ്ഞു, എന്റെ കൈ ഒന്ന് മുറിഞ്ഞു. ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്ന് കാണിക്കുമ്പോൾ ഡോക്ടർമാര് പറയും, ഉസ്താദെ കൈ മുറിഞ്ഞിട്ടുണ്ട് ഉസ്താദെ, നല്ല മുറിവുണ്ട് ഉസ്താദെ, ഒരു 3 സ്റ്റിച്ചെങ്കിലും ഇടണം ഉസ്താദെ. ഈ സ്റ്റിച്ച് ഇടുന്നതിന്റെ തൊട്ടു മുമ്പ് എന്റെ വിരലിന്റെ ചുറ്റും ഡോക്ടർമാർ എന്ത് ചെയ്യും, ഇഞ്ചക്ഷൻ എടുത്ത് എന്റെ വിരൽ മരവിപ്പിച്ചതിന് ശേഷം മാത്രമേ ഡോക്ടർമാർ എന്ത് ചെയ്യൂ, എന്റെ വിരല് തുന്നാൻ തുടങ്ങൂ. എന്നാൽ
ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്. ആ മഹാനവറുകളുടെ കാല് പഴുത്തു, ചോര വന്നു, ചീഞ്ചലം വന്നു. വൈദ്യന്മാര് കടാരി എടുത്തിട്ട് കാല് വെട്ടിമുറിച്ചു കളഞ്ഞു. ഉർവതങ്ങൾക്ക് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എടുത്തില്ല, ഒരു മരുന്നും കുടിച്ചില്ല, ഒരു അനസ്തീഷ്യയുടെ മരുന്നും സ്വീകരിച്ചില്ല, ഒരു ബോധം കെടാനുള്ള ഒരു ക്ലോറോഫോമും സ്വീകരിച്ചില്ല. ഉർവതങ്ങളുടെ കാല് പഴുത്തു. കാല് പഴുക്കാനുള്ള കാരണം എന്താ? കാല് മുറിച്ചു കളഞ്ഞു, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എടുത്തില്ല. എന്തേ? ആരാ? ഉർവതങ്ങൾ. ആരാ? നിസ്കരിക്കാൻ മടിയുള്ള പെങ്ങന്മാര് കേൾക്കണം. ചില ഉമ്മമാരുണ്ട് ഒറ്റ ഒന്നു കൊണ്ട് 2 വക്കത്ത് നിസ്കരിക്കണം. ചില ഉമ്മമാരുണ്ട്, ഉടായ്പ കാണിക്കണം. ചില ഉമ്മമാരുണ്ട്, അല്ലാഹു നൽകുമാറാവട്ടെ. എങ്ങനെയാ? 12:33 ളുഹർ നിസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്ക് വിളിക്കും. താത്ത ജന്മം കൊണ്ട് അനങ്ങൂല. 1:30 2:30 3:30 അസ്ർ ബാങ്ക്. 3:25 നേരെ ഒരു ഓട്ടോ വുളുവെടുക്കാൻ. വുളുവെടുത്തിട്ട് നേരെ ഓടി വന്നിട്ട് മുസല്ലയും വിരിച്ച് മക്കനെ ഇട്ട് സുബ്ഹാനല്ലാഹ് ഒരു നിസ്കാരം കൊണ്ട് നിസ്കരിക്കും. മജ്ജകത്ത് ഓതിയോ ഫാത്തിഹ ഓതിയോ സൂറത്ത് ഓതിയോ ചൊല്ലാനുള്ള ദിക്റുകൾ ചൊല്ലിയൊന്നും പോലും അറിയില്ല. 3:33 അസ്ർ ബാങ്കെങ്കിൽ 3:32 ളുഹറിന്റെ സലാം വീട്ടി 3:33 ബാങ്ക് വിളിക്കുമ്പോ രണ്ടും കൂടി ഒറ്റടിക്ക് തീർക്കണം. ചില താത്തമാർ അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, ഉർവതങ്ങൾ ആരാ? കോടീശ്വരനാ. മദീനത്ത് പോയവരുണ്ടെങ്കിൽ ആ മദീനത്ത് പോയാൽ ഉർവതങ്ങളുടെ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാൻ കഴിയും. ഉർവതങ്ങളുടെ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്ത് കാണാൻ കഴിയും. അല്ലാഹ് കാണാൻ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ആരാ ഉർവതങ്ങൾ? ആരാ? പടച്ചവനെ, ഉർവതങ്ങളുടെ ചരിത്രം അതാ പറയാൻ പോകുകയാ. എന്റെ ചെറുപ്പക്കാരാ, ഉസ്താദേ നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, പാടില്ല, പാടില്ല. ഈ പറയുന്ന ചരിത്രം എന്റെ പ്രിയമുള്ളവര് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയേണ്ടതാ. ആരാ ഉർവതങ്ങളെന്നറിയോ? ഉർവതങ്ങളുടെ ചരിത്രങ്ങളോ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ പഠിക്കുമ്പോ ഒരു മാറ്റമുണ്ടല്ലോ കടന്നു വരേണ്ടതാ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, നമസ്കരിക്കുമ്പോ ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. ആരാ? ഉർവതങ്ങളാരാ? പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ ഉർവതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമസ്കരിക്കുകയോ ഇബാദത്ത് ചെയ്യുകയോ നിസ്കരിക്കുകയോ. ഉർവതങ്ങൾ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാ, ഉർവതങ്ങളോ നിന്നുകൊണ്ട് നമസ്കരിച്ചു. ഉർവതങ്ങളുടെ കാലുണ്ടല്ലോ വല്ലാതെ പഴുക്കുകയാ, ഉർവതങ്ങൾ വേദന കൊണ്ട് പൊളയുകയാ. ഉർവതങ്ങളുടെ കണ്ണിൽ നിന്നോ കണ്ണുനീരെന്റെ പ്രിയമുള്ളവരെ വല്ലാതെ കടന്നു വരികയാ. ഉർവതങ്ങളുടെ മക്കള് കാണുകയാ. ഉർവതങ്ങളുടെ മക്കളുണ്ടല്ലോ വൈദ്യന്മാരുടെ ചാരത്തേക്കോ കടന്നു ചെല്ലുകയാ. വൈദ്യന്മാര് കടന്നു വരികയാ. ഉർവതങ്ങളുടെ ചാരത്തേക്കോ വൈദ്യന്മാര് കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്, വൈദ്യന്മാര് കടന്നു വരികയാ. ഉർവതങ്ങളുടെ കാല് പരിശോധിക്കുകയാ. ഉർവതങ്ങളോട് പറയുകയാ, ഈ കാല് മുറിച്ച് കളയണമല്ലോ, ഈ കാല് അറുത്ത് കളയണമല്ലോ, അപകടമാണല്ലോ, ദുരിതമാണല്ലോ, ദുരന്തമാണല്ലോ, അപകടമാണല്ലോ, പ്രതിസന്ധിയാണല്ലോ എന്നതാ. ഉർവതങ്ങളുടെ ചാരത്തോ വൈദ്യന്മാരോ വിളിച്ചു പറയുകയാ. ഉർവതങ്ങൾ വൈദ്യന്മാരോട് പറയുകയാ, അനുവാദമല്ല, സമ്മതമല്ല. കൈ തന്നതല്ലോ, കാല് തന്നതല്ലോ, ആഫിയത്ത് തന്നതല്ലോ, ദീർഘായുസ് തന്നതല്ലോ, രോഗം തന്നതല്ലോ, അതെടുത്ത് കളയാൻ കഴിവുള്ളവനുണ്ടല്ലോ അല്ലാ. ഉർവതങ്ങൾ പടച്ചവരെ പറയുമ്പോ വൈദ്യന്മാരോ വീട്ടിലേക്ക് മടങ്ങി പോകുകയാ. വൈദ്യന്മാരോ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാ. മാസങ്ങൾ കഴിയുകയാ, ദിവസങ്ങൾ കഴിയുകയാ, ആഴ്ചകൾ കഴിയുകയാ, മണിക്കൂറുകൾ കഴിയുകയാ. ഉർവതങ്ങളോ വീണ്ടും എന്റെ പ്രിയമുള്ളവരെ നിന്നുകൊണ്ടോ നമസ്കരിക്കുകയാ. ഉർവതങ്ങൾ വേദന കൊണ്ട് പൊളയുകയാ. ഉർവതങ്ങൾ വേദന കൊണ്ട് കരയുകയാ. ഉർവ
ഉർവതങ്ങളോ വേദന കൊണ്ട് പടച്ചവനെ പൊളയുമ്പോ ഉർവതങ്ങളോ നമസ്കാരമുണ്ടല്ലോ നിർത്തുന്നില്ല. ഉർവതങ്ങളോ നമസ്കാരമുണ്ടല്ലോ ഉപേക്ഷിക്കുന്നില്ല. ഉർവതങ്ങള് വേദന കൊണ്ട് പൊളയുകയാ. വൈദ്യന്മാര് രണ്ടാമത്തെ തവണയുണ്ടല്ലോ ഉർവതങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഉർവതങ്ങളോട് പറയുകയാ, ഈ കാല് മുറിച്ചു കളഞ്ഞില്ലെങ്കിലോ ഈ കാലിലെ പഴുപ്പുകളുണ്ടല്ലോ ശരീരത്തിന്റെ അവയവങ്ങളിലേക്കോ പടരുന്നതാ. അങ്ങനെ അതാ പഴുപ്പുകളുണ്ടല്ലോ അവയവങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ നമസ്കരിക്കാൻ കഴിയൂല, ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. ഉർവതങ്ങൾ പടച്ചവരെ പറയുകയാ, നമസ്കരിക്കണമല്ലോ, ഇബാദത്ത് ചെയ്യണമല്ലോ, സുജൂദ് ചെയ്യണമല്ലോ, ശുക്ർ ചെയ്യണമല്ലോ, എന്റെ കാലോ മുറിച്ചുകൊള്ളുക. വൈദ്യന്മാര് പറയുകയാ, ഈ കാല് മുറിക്കുമ്പോ വേദന എടുക്കുന്നതാ. വൈദ്യന്മാര് പറയുകയാ, ഈ കാല് മുറിച്ചു കളയുമ്പോ വേദന എടുക്കുമല്ലോ. ഉർവതങ്ങൾ വൈദ്യന്മാരോട് പടച്ചവനെ പറയുകയോ, കാല് മുറിക്കുന്ന സമയത്തോ വേദന എടുക്കാതിരിക്കാ മാർഗമുണ്ടോ? കാല് മുറിക്കുമ്പോ പച്ച ഇറച്ചിയിലേക്ക് കടാരി ഇറക്കുമ്പോ വേദന എടുക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉർവതങ്ങൾ വൈദ്യന്മാരോട് ചോദിക്കുമ്പോ വൈദ്യന്മാര് പറയുകയാ, ഉർവതങ്ങളേ ഒരു കോപ്പ വീര്യം കൂടിയ കള്ള് തരാ. ഈ കള്ള് കുടിക്കുമ്പോ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നതാ. ഈ ബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോ നിങ്ങളുടെ കാല് മുറിച്ച് കളഞ്ഞാൽ വേദന എടുക്കൂല. ഉർവതങ്ങൾ വൈദ്യന്മാരോട് പറയുകയാ, കള്ള് ഹലാലല്ലല്ലോ, കള്ള് ഹറാമാണല്ലോ, കള്ള് അനുവദനീയമല്ലല്ലോ, കള്ള് മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമല്ലല്ലോ എന്നതാ ഉർവതങ്ങൾ വൈദ്യന്മാരോട് പറയുമ്പോ ഇവിടെ ഇരിക്കുന്നവര്, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോ, ഇവിടെ ഇരിക്കുന്ന പെങ്ങള് ജീവിതത്തിലോ കള്ള് കുടിച്ചവരുണ്ടെങ്കിലോ തൗബ ചെയ്തോ. നിബിതങ്ങൾ പറയുകയാ, കള്ള് കുടിക്കുന്നവരെ അല്ലാഹു തരുന്ന അദാബേദാ. കള്ള് കുടിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നതെന്തോ, മൻ ശരിബൽ ഖംറോ, ആരാണോ കള്ള് കുടിക്കുന്നതോ, ആരാണോ കള്ള് നുകരുന്നതോ, മൻ ശരിബൽ ഖംറോ സനാ, അവൻ വ്യഭിചരിച്ചവനാ. അവനവന്റെ ഉമ്മയോടൊപ്പം എന്റെ പ്രിയമുള്ളവരെ വ്യഭിചരിച്ചവനാ. എവിടെ വെച്ചെന്നറിയോ? ഫിൽ കഅബതി, കഅബയിൽ വെച്ചാ. ഏതാ കഅബ? ഏതാ കഅബ? കൂടാനുകൂടി ജനങ്ങൾ വന്നു തവാഫ് ചെയ്യുന്ന കഅബയുണ്ടല്ലോ, കാണാൻ കൊതിക്കുന്ന കഅബയുണ്ടല്ലോ. കണ്ണു വെറുതെ നോക്കിയിരുന്നാൽ പടച്ചവനെ പ്രതിഫലം ലഭിക്കുന്ന കഅബയുണ്ടല്ലോ. ആ കഅബയിൽ വെച്ചു അവനവന്റെ ഉമ്മയെ വ്യഭിചരിച്ചവനാ എന്നതാ റസൂലുള്ള പറയുമ്പോ ഉർവതങ്ങൾ പറയുകയാ, കള്ള് കുടിക്കാൻ പാടില്ല, കള്ള് അനുവദനീയമല്ല, കള്ള് ഹലാലല്ല, കള്ള് ഹറാമാണല്ലോ. വൈദ്യന്മാര് ചോദിക്കുകയാ, പിന്നെങ്ങനാ തങ്ങളെ, പിന്നെങ്ങനാ തങ്ങളെ കള്ള് കുടിക്കാതെ കാല് മുറിക്കുന്നതോ എങ്ങനാ തങ്ങളെ എന്ന് ചോദിക്കുമ്പോ ഉർവതങ്ങൾ പറയുകയാ, വൈദ്യരേ, ഞാനതാ നമസ്കരിക്കുമ്പോ, ഞാനതാ ഇബാദത്ത് ചെയ്യുമ്പോ എന്റെ കാലുണ്ടല്ലോ മുറിച്ചുകൊള്ളുക, കാലുണ്ടല്ലോ അറുത്തുകൊള്ളുക. വൈദ്യന്മാര് അത്ഭുതപ്പെടുകയാ, അവര് പേടിക്കുകയാ, അവരുടെ കരങ്ങൾ വിറക്കുകയാ. ഉർവതങ്ങള് പടച്ചവനെ നിസ്കരിക്കുകയോ വഞ്ചകത്തോതുകയാ, ഫാത്തിഹ ഓതുകയാ. നരകത്തിന്റെ അദാബുകളെ കുറിച്ചു പറയുന്ന ആയത്തുകളുണ്ടല്ലോ. ഉർവതങ്ങൾ ഓതുമ്പോ, ഉർവതങ്ങളെ നിസ്കരിക്കുമ്പോ വൈദ്യന്മാരോ കടാരയെടുക്കുകയാ. ഉർവതങ്ങളുടെ കാലുണ്ടല്ലോ പടച്ചവനെ മുറിച്ചു കളയുകയാ. ഉർവതങ്ങളുടെ കാലിൽ നിന്ന് ചോരയതോ കടന്നു വരികയാ. ഉർവതങ്ങൾക്കോ ഒരു റുമ്പ് കടിക്കുന്ന വേദന പോലും എടുത്തില്ല. എന്തുകൊണ്ടോ? ഉർവതങ്ങൾ നിസ്കരിക്കുമ്പോ ഉർവതങ്ങൾക്ക് കുടുംബത്തിന്റെ ചിന്തയില്ല. ഉർവതങ്ങൾ നിസ്കരിക്കുമ്പോ ഉർവതങ്ങൾക്ക് രോഗത്തിന്റെ ചിന്തയില്ല. അതുകൊണ്ട് പറയുകയാ, ആരാണോ
ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരോ, അതബോടെ നിസ്കരിക്കുന്നവരാരോ, തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ, ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്നോ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ ഇഖ്ലാസോടെ നിസ്കരിക്കണവരാരാ, ആരാണോ തഖ്വയോടെ നിസ്കരിക്കണവരാരാ, ഉർവതങ്ങൾ നിസ്കരിച്ചതുപോലെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നിസ്കരിക്കണവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ എത്ര കാര്യങ്ങളാ പഠിച്ചേ? 4 കാര്യങ്ങളിൽ 2 എണ്ണം പഠിച്ചു. 1, എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോടെ ഖുർആൻ ഓതാൻ കഴിയണം. 2, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇഖ്ലാസോടെ നിസ്കരിക്കാൻ കഴിയണം. അല്ലാഹ് നീ കബൂലാക്കണേ, അല്ലാഹ് സ്വീകരിക്കണേ, അല്ലാഹ് അഹദിലാക്കി അനുഗ്രഹിക്കണേ, അല്ലാഹ്. മൂന്നാമത്തേതാ? നമ്മുടെ ജീവിതത്തില് ഈ ഒരു മൂന്നാമത്തെ കാര്യം ആരാണോ ചെയ്യണത് അവര് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കും. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.